ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നുള്ള ഇലക്ഷനൊക്കെ നടക്കുകയും ഇലക്ഷനിൽ UDF വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇലക്ഷൻ ചർച്ചകളിൽ നടക്കുന്നത് ഒരു നേതാവ് പറയുകയാണ്, ഞങ്ങൾ പെൻഷനൊക്കെ കൊടുത്തു, മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തിട്ട് അവർ നമ്മളെ പിന്തുണച്ചില്ല എന്ന്. അതുപോലെ തന്നെ പിന്നൊരു കാര്യം പറയുന്നത്, ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഓരോ ആളുകളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ല, പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കുന്നത്. അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് ഓരോ വ്യക്തിയുടെ ഇതല്ല, അത് ഓക്കാനിച്ച് കൊടുക്കുന്ന ഒരു ഫണ്ടല്ല. അത് ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ടതാണ്. ഈ കേരളത്തിലും ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാണ്ടിരിക്കുകയും ചുമ്മാ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് മാത്രം ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പട്ടിണി കിടക്കുമ്പോൾ പ്രസംഗം കൊണ്ട് ഒരു ഗുണമില്ല. ആ പട്ടിണി കണ്ട് മാറ്റേണ്ടത് ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ തന്നെ പിന്നൊരു ഇതാണ്, വർഗീയമായ പല വാദമുഖങ്ങളും. ജമാഅത്ത് ഇസ്ലാമിയാണ് തോൽപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റേ ആർസാണ്, ഇങ്ങനെയൊന്നും പറയുന്ന ഇതിലൊരു യാതൊരു അർത്ഥവുമില്ല. ഓരോ പാർട്ടിക്കാരും അതിൻ്റെ നേതാക്കന്മാരും ജനകീയ പദ്ധതികൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമാണ് വിജയിക്കുള്ളൂ. അല്ലാണ്ട് പ്രവർത്തിക്കാണ്ട് കുറ്റം പറഞ്ഞു നടന്നതിൽ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അത് നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.